നമസ്കാരം. ഈ നവരാത്രി കാലത്ത് 9 ദേവിയെ പൂജിക്കുന്ന ഒരു ക്രമമുണ്ട്. ഓരോ ദിവസവും ഓരോ ദേവീ സങ്കല്പത്തിൽ പൂജ നടത്തുന്ന ഒരു ക്രമമുണ്ട്. അത് അധികവും ഉത്തരേന്ത്യൻ സമ്പ്രദായത്തിലാണ് കണ്ടുവരാറുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിലും അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ 9 ദേവിമാരെ 9 ക്രമത്തിൽ പൂജിക്കുന്ന സമ്പ്രദായം ഏതൊക്കെ ആണ് എന്ന് നമുക്ക് നോക്കാം. ദേവി മഹാത്മ്യത്തിൽ തന്നെ അത് ഒരു ശ്ലോക രൂപേണയാണ് പറയുന്നത്. ചണ്ഡികാ കവചം എന്നറിയപ്പെടുന്ന ദേവി കവചമാകുന്ന സ്തോത്രത്തിൻ്റെ ആരംഭത്തിലാണ് അത് പറയുന്നത്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാദേതി, ഷഷ്ഠം കാത്യായനീതി ച, സപ്തമം കാലരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദ പ്രോക്ത, നവദുർഗാഹ പ്രകീർത്തിത എന്നാണ്. ഇവരാണ് 9 ദേവിമാർ. പ്രഥമം ശൈലപുത്രീതി, ഒന്നാം ദിവസം പൂജിക്കേണ്ടത് ശൈലപുത്രി എന്ന ദേവിയാണ്. ദ്വിതീയം ബ്രഹ്മചാരിണി, രണ്ടാം ദിവസം പൂജിക്കുന്നത് ബ്രഹ്മചാരിണി. തൃതീയം ചന്ദ്രഖണ്ഡേതി, മൂന്നാമത്തെ ദിവസം ചന്ദ്രഖണ്ഡ എന്ന ദേവി. കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, നാലാമത്തെ ദിവസം കൂഷ്മാണ്ഡ എന്ന ദേവി. പഞ്ചമം സ്കന്ദമാദേതി, അഞ്ചാം ദിവസം സ്കന്ദമാത എന്ന ദേവി. ഷഷ്ഠം കാത്യായനീതി ച, കാത്യായനി എന്ന ദേവിയാണ് ആറാമത്തെ ദിവസം. സപ്തമം കാലരാത്രീതി, ഏഴാം ദിവസം കാലരാത്രി. മഹാഗൗരീതി ചാഷ്ടമം, എട്ടാം ദിവസം മഹാഗൗരി. നവമം സിദ്ധിദ പ്രോക്ത, ഒമ്പതാം ദിവസം സിദ്ധിദ. നവദുർഗാഹ പ്രകീർത്തിത, ഇങ്ങനെയാണ് നവദുർഗമാരെ കീർത്തിച്ചിരിക്കുന്നത്. ഈ സങ്കല്പത്തിൽ 9 ദേവിമാരെ പൂജിക്കുകയാണ് അതിൻ്റെ ഒരു രീതി. ഈ ഒരു ശ്ലോകം നിങ്ങൾ ചൊല്ലിയാലും മതി. ഇപ്പം ചൊല്ലിയ ഈ ഒരു ശ്ലോകം നിങ്ങൾ നവരാത്രിയുടെ എല്ലാ ദിവസവും ചൊല്ലിയാലും ലഘുവായ ഒരു പൂജയ്ക്ക് തുല്യമാകും. ഈ ഓരോ ദേവിമാരെയും പ്രത്യേകം പീഠത്തിന്മേൽ ആവാഹിച്ച് പൂജിച്ചാലും അത് ഉത്തമമാണ്. അതിൻ്റെ സംവിധാനങ്ങളെല്ലാം അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലാത്തവർക്ക് ഈ ഒരു ശ്ലോകം ചൊല്ലി പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഫലമുണ്ടാകുന്നതാണ്. നമസ്കാരം.